കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോക്രോച്ച് പാർട്ടി എന്നുള്ളൊരു പേരാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലായി കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ കോക്രോച്ച് പാർട്ടി അഥവാ CJP, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി? ഇങ്ങനെയൊരു പേര് കേൾക്കുമ്പോൾ ആദ്യം ഒരു കോമഡിയാണ് തോന്നുക അല്ലേ? കാരണം കോക്രോച്ചിൻ്റെ പേരിലൊരു പാർട്ടിയോ? കോക്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാറ്റകളാണെന്ന്. അപ്പോൾ തോന്നും പാറ്റകൾക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടിയാണോ എന്ന്. ഈ കഥ തുടങ്ങുന്നത് സുപ്രീം കോടതിയിൽ നിന്നാണ്. മെയ് 15 സുപ്രീം കോടതിയിലെ ഒരു കേസ് കേൾക്കുന്ന ഇടയിൽ ചീഫ് ജസ്റ്റിസ് ചില റിമാർക്സ് നടത്തി. അവിടെ നിന്നാണ് ഈ ഒരു പാർട്ടിയുടെ തുടക്കം. തൊഴിലില്ലാത്ത കുറച്ച് യുവാക്കൾ പാറ്റകളെ പോലെ പെറ്റുപെരുകുന്നു എന്നും അവരിൽ ചിലർ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആകുന്നു, അല്ലെങ്കിൽ മീഡിയാസ് തുടങ്ങുന്നു, എന്നിട്ട് എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നു എന്ന രീതിയിലുള്ളൊരു റിമാർക്സാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. പിന്നീട് ചീഫ് ജസ്റ്റിസ് തന്നെ ക്ലാരിഫൈ ചെയ്തു. അദ്ദേഹം ആ റിമാർക്സ് എല്ലാ യുവാക്കളെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഫേക്ക് ഡിഗ്രി ഉപയോഗിച്ച് പ്രൊഫഷണൽസിൽ കയറുന്ന ചില ആൾക്കാരെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷേ ഇൻ്റർനെറ്റ് അല്ലേ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷന് അവർ കാത്തു നിൽക്കുമോ? അടുത്ത ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു സറ്റയർ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. കോക്രോച്ച് ജനതാ പാർട്ടി CJP. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷൻസ് പഠിക്കുന്ന അഭിജിത്ത് ദീപക് എന്നൊരു യുവാവാണ് ഇതിന് തുടക്കമിട്ടത്. ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ എക്സിലും അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ. അതിൽ മെമ്പർഷിപ്സും തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ പാർട്ടിയിൽ ചേർന്നത്. പിന്നീട് ഹാഷ്ടാഗ്സായി ലക്ഷക്കണക്കിന് ആൾക്കാർ അതിൽ മെമ്പേഴ്സായി. ഇപ്പോൾ ഏകദേശം 10 ലക്ഷത്തിന് മുകളിലാണ് ഇതിൽ ഓൺലൈൻ മെമ്പർഷിപ്പ് എടുത്തവർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായ BJPക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോളോവേഴ്സിനേക്കാൾ കൂടുതലുണ്ട് ഇപ്പോൾ ഈ കോക്രോച്ച് പാർട്ടിയുടെ ഫോളോവേഴ്സ്. ഇവിടെയാണ് ഈ ഒരു കഥ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആകുന്നത്. വെറും ഒരു പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു പേജ് എങ്ങനെയാണ് ഇത്രയധികം റെസ്പോൺസ് കിട്ടിയത്? അതിനുള്ള ഏറ്റവും വലിയ കാരണം ഇന്ത്യയിലെ യുവാക്കളുടെ ഫ്രസ്ട്രേഷൻ തന്നെയാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ യൂത്ത് പോപ്പുലേഷൻ ഉള്ളൊരു രാജ്യമാണ്. അതുപോലെ തന്നെയാണ് അൺഎംപ്ലോയ്മെൻറ്റും. പോരാത്തിന് ഇപ്പോൾ നടക്കുന്ന എക്സാം ലീക്സ്, കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ ഡിലേയ്സ്, ഗിഗ് ജോബിൻ്റെ ഫ്രസ്ട്രേഷൻസ്, സോഷ്യൽ മീഡിയ കമ്പാരിസൺസ്, ഇതെല്ലാം ഈ പുതിയ ജനറേഷനെ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള യുവാക്കളെയാണ് ഒരു പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ പാറ്റകൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പരന്നത്. അവർ ഇതിനെ ഐഡൻറ്റിറ്റി ആയിട്ട് ചൂസ് ചെയ്തു. അതാണ് ഇവിടെ നടന്നത്. ഇൻസൾട്ട് ചെയ്യാൻ ഉപയോഗിച്ച വാക്കിനെ തന്നെ സിമ്പിളാക്കി ഇവർ എടുത്തു. ഇതാണ് ഇപ്പോൾ നടന്നത്. ഇത് ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്ന സംഭവമൊന്നുമല്ല. ലോകമെമ്പാടും ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ് വളർന്നിട്ടുണ്ട്. പലയിടത്തും ഇൻ്റർനെറ്റിൽ ആദ്യം തമാശയായി തുടങ്ങിയതാണ് പിന്നീട് അത് ഫ്രസ്ട്രേഷൻ്റെ ലാംഗ്വേജായി മാറി വലിയൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ വരെ എത്തിയത്. ഉദാഹരണം നമ്മുടെ അയൽവക്കങ്ങളിൽ തന്നെയുണ്ട്. ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലും ഇതൊക്കെ തന്നെയാണ് തുടക്കം. ബംഗ്ലാദേശിൽ സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൽ തുടങ്ങി അവസാനം അവിടുത്തെ ഭരണകൂടത്തെ തന്നെ അവർ അട്ടിമറിച്ചു. ഇതുതന്നെയാണ് ശ്രീലങ്കയിലും നടന്നതും നേപ്പാളിലും നടന്നതും. ഇതിനിടയിലാണ് പൊടുന്നനെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രഷർ മൂലം എക്സിൽ കോക്രോച്ച് പാർട്ടിയുടെ പേജ് അപ്രത്യക്ഷമായത്, അതായത് ബ്ലോക്ക് ചെയ്യപ്പെട്ടത്. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് അതേ പേജിൽ പലതരത്തിലുള്ള അക്കൗണ്ട് പിന്നെയും ഓപ്പണായി തുടങ്ങി. ഇത് സത്യത്തിൽ ഒരു പ്യുവർ റെവല്യൂഷനോ അല്ലെങ്കിൽ ഒരു കോമഡിയോ അല്ല. ഇത് ഡിജിറ്റൽ ഫ്രസ്ട്രേഷനായ ജെൻസെഡ് ജനറേഷൻ്റെ ഇമോഷണൽ ഔട്ട്കം മാത്രമാണ്. ജെൻസെഡ് പൊളിറ്റിക്കൽ എക്സ്പ്രഷൻസ് ചെയ്യുന്നത് കൂടുതലായിട്ട് സോഷ്യൽ മീഡിയാസിലൂടെയാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഹാഷ്ടാഗ് ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെയാണ് അവർ അവരുടെ പൊളിറ്റിക്കൽ ഫ്രസ്ട്രേഷൻ ആദ്യമായി കാണിക്കുന്നത്. പക്ഷേ അവിടെയാണ് പ്രശ്നം വരുന്നത്. അത്തരത്തിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാതായി കഴിഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കുന്നുള്ളത് ഉദാഹരണങ്ങൾ നമ്മുടെ അയൽവക്കങ്ങളിൽ മുന്നു പറഞ്ഞതാണ്. ഗവൺമെൻറ് ഈ മൂവ്മെൻറ്റിനെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തുകൊണ്ട് സപ്രസ് ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ സിറ്റുവേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനാണ് ചാൻസ്. കാരണം ഫ്രസ്ട്രേറ്റഡ് ആയ യുവാക്കളുടെ വോയിസ് കേൾക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ റിയാക്ഷൻ ഡേഞ്ചറസ് ആയിരിക്കും. ബംഗ്ലാദേശിലെ സ്റ്റുഡൻസിൻ്റെ പ്രൊട്ടസ്റ്റും ശ്രീലങ്കയിലെ എക്കണോമിക് ആങ്കറും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നടക്കുന്ന ഓൺലൈൻ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് റേഞ്ചും ആദ്യമൊക്കെ ഇതേപോലെ തന്നെയായിരുന്നു അതിൻ്റെയും തുടക്കം. അതുകൊണ്ട് ഇന്ത്യ പോലൊരു വലിയ ജനാധിപത്യ രാജ്യത്ത് പ്യുവർ ബ്ലോക്കിംഗ് അല്ല ആവശ്യം, പ്യുവർ ഫിയർ അല്ല പൊളിറ്റിക്സും. ഒരു ശക്തമായ രാജ്യം ക്രിറ്റിസിസത്തിനെ ഭയക്കില്ല, അത് കേൾക്കും, അനലൈസ് ചെയ്യും, എന്നിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യും. അതാണ് ഇന്ത്യയും ഇവിടെ ചെയ്യേണ്ടത്.